ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം പ്രകടനവും അതോടൊപ്പം തന്നെ കോച്ച് ഡേവിഡ് കെറ്റാലയുടെ നോൺസെൻസ് ആയിട്ടുള്ള അപ്രോച്ചും എല്ലാം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് കുറച്ച് കടുത്ത തീരുമാനങ്ങൾ നിലവിൽ എടുക്കുവാനായിട്ട് പോവുകയാണ് എന്നാണ് നിലവിൽ പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മൃഗലവ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് 8ാം സ്ഥാനത്തായിരുന്നു. അതോടൊപ്പം തന്നെ ഡ്യൂറൻ കപ്പിലും മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സൂപ്പർ കപ്പിൽ മോഹൻ ബഗാൻ്റെ B ടീമിനോട് കളിച്ച് തോറ്റ് നിലവിൽ പുറത്തായിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും വലിയൊരു തീരുമാനത്തിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് എടുക്കുവാനായിട്ട് പോകുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കോൺട്രാക്റ്റുള്ള പല താരങ്ങൾക്ക് നേരെയും ഫോറിൻ താരങ്ങൾക്കുൾപ്പെടെ തന്നെ വളരെ കടുത്ത തീരുമാനങ്ങൾ ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സ് എടുത്തേക്കും. നിലവിൽ നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോൺട്രാക്റ്റിലുള്ള താരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അഡ്രിയാൻ ലൂണയാണ്, അതോടൊപ്പം തന്നെ നോഹ സദോയ് തുടങ്ങിയ താരങ്ങൾക്കാണ് നീണ്ട കോൺട്രാക്റ്റ് ഉള്ളത്. മറ്റു താരങ്ങൾക്കൊന്നും അത്രയും നീണ്ട കോൺട്രാക്റ്റ് ഇല്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് മേലായിരിക്കാം ഒരു പക്ഷേ കടുത്ത തീരുമാനങ്ങൾ എടുത്തേക്കാൻ സാധ്യത. അതുമാത്രമല്ല, ബ്ലാസ്റ്റേഴ്സിൻ്റെ പല താരങ്ങൾക്കും, അതായത് ബ്ലാസ്റ്റേഴ്സ് ഇനി ടീമിലേക്ക് 2 താരങ്ങളെ എത്തിക്കുവാനായിട്ട് സാധ്യതയുണ്ടായിരുന്നു എന്ന് മാർക്കസ് മൃഗലവ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 താരങ്ങളുടെ പേര് നിലവിൽ മാർക്കസ് മൃഗലവ് വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം നിലവിൽ സാഹചര്യം കുറച്ച് കടുത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം താരങ്ങളുടെ പേര് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മാർക്കസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് വലിയ താരങ്ങൾ, അതായത് വളരെ മികവേറിയ 2 താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക്, ബിഗ് ഫിഷ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ബ്ലാസ്റ്റേഴ്സിലേക്ക് ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് പോകുന്ന 2 താരങ്ങളെ. സോ അതിനാൽ തന്നെ ആ 2 താരങ്ങളുടെ പേര് നിലവിൽ അദ്ദേഹം വെളിപ്പെടുത്തുവാനായിട്ട് പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് സീസൺ എൻഡിൽ ഈ ഒരു കാര്യം പറയാമെന്നായിരുന്നു. എന്നിട്ടും അദ്ദേഹം നിലവിൽ സാഹചര്യം കുറച്ച് കടുത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്തായാലും വരാൻ പോകുന്ന സീസണിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.